SNDP യോഗം ഭാരവാഹികളെ അയോഗ്യരാക്കിയ നടപടിയിൽ വെള്ളാപ്പള്ളി നടേശന് ആശ്വാസം. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. അപ്പീലിൽ എതിർ കക്ഷികൾക്ക് ഡിവിഷൻ ബെഞ്ചിന്റെ നോട്ടീസ്. വിവരങ്ങളുമായി നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുകയാണ്. പ്രകാശ്, തുടർച്ചയായ തിരിച്ചടികൾക്ക് ശേഷമാണ് ആശ്വാസമാകുന്നത് വെള്ളാപ്പള്ളി നടേശന്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും രേണുക, വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരുന്ന നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നേരത്തെ സിംഗിൾ ബെഞ്ച് SNDP യോഗം ഭാരവാഹി സ്ഥാനത്ത് നിന്നും വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഉള്ളവരെ നീക്കിയിരുന്നു. ഈ ഉത്തരവ്, സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ചോദ്യം ചെയ്താണ് വെള്ളാപ്പള്ളി നടേശൻ അടക്കം ഡിവിഷൻ ബെഞ്ചിൽ സമീപിച്ചത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ കേസ് അപ്പീലിലെ അന്തിമ ഉത്തരവിന് വിധേയമായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പീലിൽ എതിർ കക്ഷികൾക്ക് ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചു. 3 മാസത്തിനകം മറുപടി സത്യവാങ്മൂലം നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പീൽ ജൂൺ 20 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായി വാദം കേൾക്കും. ശരി, ജൂൺ 20 വിശദമായ വാദം കേൾക്കാൻ മാറ്റിയിരിക്കുകയാണ്. അതുവരെ ഈ വിധി സ്റ്റേ ചെയ്തിട്ടുമുണ്ട്. എന്തായാലും താൽക്കാലികമായി വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് ഇപ്പോഴത്തെ തീരുമാനം. വിവരങ്ങളാണ് ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.